UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊല്ലാനായി പാകിസ്ഥാനിൽ നിന്ന് ഒരു ഗുണ്ട വന്നിരിക്കുന്നു. ശരിയാണോ? ഗുണ്ട ആണോ അതോ തീവ്രവാദിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നതേ ഉള്ളൂ. ഒരു വാടക കൊലയാളിയാണ് അയാളുടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ബ്രേക്കായി വരുന്ന വാർത്തകൾ. അതായത് പാകിസ്ഥാനിലെ അൽമാസ വില്ലേജ് സിന്ധ് പ്രൊവിൻസിലുള്ള ഇർഫാൻ ഖാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടി. ഇയാൾ ന്യൂഡൽഹി മുംബൈ ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇയാൾ എങ്ങനെയോ ട്രെയിനിൽ നിന്ന് താഴെ പോയി ഇയാളെ കൈയോടെ പോലീസ് പിടികൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞു ഞാൻ മുംബൈക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. വീണത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ബുണ്ടി ജില്ലയിലാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് താഴെ പോയത്. പിടികൂടി ഇയാൾ പിന്നെ പറഞ്ഞു ഞാൻ രാജസ്ഥാനിൽ ജോലി തേടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇയാളെ പിടിച്ച് പരിശോധിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ 1920 യൂറോ ഉണ്ടായിരുന്നു. അതുകൂടാതെ 45,000 രൂപയുണ്ടായിരുന്നു. അയാൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഇയാളെ രാജസ്ഥാനിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പോലീസ് ചോദ്യം ചെയ്യൽ പറഞ്ഞു ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഒരു ദൗത്യവുമായി വന്നതാണ്. ദൗത്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ദൗത്യമൊന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊലപ്പെടുത്തണം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇയാൾ കസ്റ്റഡിയിലുണ്ടെന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് ഇയാൾ വന്നതാണെന്ന് കൺഫേം ചെയ്തു. കാരണം ഇയാളുടെ വെയർബോർഡ്സ് കണ്ടെത്തി, ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പാകിസ്ഥാനിലുള്ള ചില കോളുകൾ ട്രേസ് ചെയ്തു. ഇത്രയുമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ നടപടികളും മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ 24-26 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനേക്കാളും വലിപ്പമുണ്ട് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MPമാരുള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ട്, ജനസംഖ്യ കൊണ്ട്, എല്ലാം കൊണ്ട്, പാർലമെൻറ്റിലെ സാന്നിധ്യം കൊണ്ട് UP പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നാണല്ലോ പറയുന്നത്. സാംസ്കാരികമായും അതെ വിശ്വാസപരമായും എല്ലാം വലിയ, ഇപ്പം അയോധ്യ ആണെങ്കിലും വാരണാസി ആണെങ്കിലും എല്ലാം. അതുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിക്ക് സവിശേഷമായൊരു സ്ഥാനം, അത് BJP ആയതുകൊണ്ട് മാത്രമല്ല, ഏത് മുഖ്യമന്ത്രിയായാലും UP മുഖ്യമന്ത്രിക്ക് ഒരു വല്ലാത്തൊരു തലയെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട്. എല്ലാവരും ഭരണഘടനാ പ്രകാരം ഈക്വലായിരിക്കും. പക്ഷേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് വരുന്ന വലിയ റെക്കോർഡിട്ടുള്ള ഒന്നാമത്തെ റെക്കോർഡെന്ന് പറയുന്നത് തുടർച്ചയായി അദ്ദേഹം 10 വർഷം ഭരിച്ചു. UPയിൽ ഒരു സർക്കാരും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. അവിടെയാണ് തുടർച്ചയായി യോഗി 10 വർഷം പൂർത്തിയാക്കുന്നത്. രണ്ടാമത്തത് അദ്ദേഹം ഒരു സന്യാസിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. മൂന്നാമത് അദ്ദേഹം അക്രമ സംഭവങ്ങളോട്, ഗുണ്ടകളോട്, അധോലോകത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പോലീസ് UPയിൽ യോഗി വന്നതിന് ശേഷം തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്ന രീതി അറിയണം. കേസുകളിലെ പ്രതിയാണെങ്കിൽ ഇപ്പോൾ ബലാത്സംഗ കേസ്, പോക്സോ കേസിലേക്ക് പ്രതികളെ പിടിച്ചാൽ ഉറപ്പാണ് അവൻ്റെ കാലിൽ വെടിയുണ്ട കയറിയിരിക്കും. കാലിന് വെടിവെച്ചിട്ടാണ് അത്. ഇത് നിയമം കയ്യിലെടുക്കുന്നതിനെയൊക്കെ ന്യായീകരിക്കാമോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ നമുക്കറിയാം, ഒരു കേസിൽ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി അവസാനം ജാമ്യം കെട്ടി അവൻ പുറത്തിറങ്ങി പിന്നെയും ചെയ്തു ഈ ഇരയെ വീണ്ടും ഉപദ്രവിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ക്രിമിനലുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ആളുകളെ വിളിച്ച് ജയിലിൽ കൊണ്ട് താമസിപ്പിച്ച് മാനെ നീ ഇവിടെ ഇരിക്കുക, നിനക്ക് ചിക്കനും ബിരിയാണിയും ആട്ടിറച്ചിയും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റും. നമ്മൾ ഗോവിന്ദച്ചാമിയെ കണ്ടില്ലേ? ഗോവിന്ദച്ചാമി ഇങ്ങനെ കമ്പ് പോലിരുന്ന ഗോവിന്ദച്ചാമി ഇപ്പോൾ ജയിൽ ചാടിയ സമയത്ത് എന്താ നല്ല തടിമാടനായിട്ടിരിക്കുന്നു. രണ്ടാമത് പിടികൂടി ജയിലിൽ ഗോവിന്ദച്ചാമി കൊണ്ടുപോയപ്പോൾ ആദ്യം കിട്ടിയ എന്താണ്? മട്ടൻ കൂട്ടിയുള്ള ഊണായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ UPയിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുജറാത്തിലെ കാര്യമാണ്. സാന്ദർഭികമായി ഗുജറാത്തിൽ അങ്ങനെയാണെങ്കിൽ UPയിൽ എങ്ങനെയായിരിക്കണമെന്ന് ആലോചിക്കണം. അദ്ദേഹം പറയാം, സൂറത്തിലെ മില്ലുകളിൽ നിന്ന് അദ്ദേഹം തുണിയെടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ കൈ നിറയെ മോതിരമൊക്കെ ഇട്ട് നല്ല തടിയൻ മാലയൊക്കെ ഇട്ട് പോകുന്ന ഒരു വലിയ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കച്ചവടക്കാരെ പറഞ്ഞു,
ഇതൊന്നും ഇട്ടുകൊണ്ട് വരില്ലേ? ഇത് സൂറത്താണ്. ഇപ്പോഴല്ല, 20 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. ഇത് സൂറത്താണ്. രാത്രി 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്. നിങ്ങൾ കാശ് കൊണ്ട്, ഇന്ന് ഗൂഗിൾ പേ ഒന്നും തന്നില്ല, നിങ്ങൾ പൈസ കൊണ്ടുവരണ്ട, ചെക്ക് തന്നാൽ മതി, സാധനം ഞങ്ങൾ അയച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ അടുത്തിടെ 1 വർഷം മുമ്പ് എന്നോട് പറയുകയാണ്, എടേ ആ സൂറത്ത് ഗുജറാത്തൊക്കെ മാറി, ഇപ്പോൾ ഏത് പാതിരാത്രിക്കാൻ ഇവിടെ ഇറങ്ങി നടക്കാം, കാശൊക്കെ കയ്യിലുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഞാൻ പണ്ട് എൻ്റെ മാലയും മോതിരമൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഗുജറാത്തിൽ പോയിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ ഇട്ട് അതിൽ നടന്നു പോകാൻ പറ്റും. ഭരണം മാറി, ഭരിക്കുന്ന പാർട്ടി മാറിയതോടുകൂടി ഗുജറാത്ത് ഒരു സേഫ് ഹെവനായിട്ട് മാറി. ആർക്കും സുരക്ഷിതമായി ഏത് പാതിരാത്രിയിലും സൂറത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇറങ്ങി നടക്കാം. ഇതാണിപ്പോൾ BJP ഭരിക്കുന്ന, യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥിതി. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യം നോക്കൂ. ഇന്നലെ യോഗി പറഞ്ഞു, നിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്നുള്ള ക്യാമ്പയിൻ നടത്തുകയല്ലേ. ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആലോചിക്കണം, ഹൈക്കോടതി നിരോധിച്ചിരിക്കുകയാണ് തെരുവുകളിലെ പ്രകടനം. അത് ലംഘിച്ച് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും, പോലീസ് നടപടിയെടുക്കും. നിങ്ങൾ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ കല്ലെറിയാൻ തുടങ്ങിയാൽ, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഉരുക്ക് മുഷ്ടിയോടെ നേരിടും. നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ വയലൻസിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഞാൻ പാസ്പോർട്ട് തരും. എവിടേക്കാണ്? നരകത്തിലേക്കുള്ള പാസ്പോർട്ട്. വെടിവെച്ച് കൊല്ലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട്. ഒരു തരത്തിലും ഭീകരപ്രവർത്തനം, മാഫിയ പ്രവർത്തനം, മതത്തിൻ്റെ പേരിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് വളരെ കടുത്ത നിലപാടെടുക്കുകയാണ് യോഗി സർക്കാർ. മാത്രമല്ല, കുറ്റവാളികളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ അയക്കുന്നു, അല്ലേ? ബുൾഡോസർ ബാബ എന്നുള്ള പേര് പോലും വീടും യോഗി തുടങ്ങി വെച്ചു. ഇന്ത്യയിലെ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് മാതൃകയാക്കി. അങ്ങനെ UP-യിൽ നിന്ന് വന്ന ഒരു വാർത്ത പ്രിയൻ ഓർക്കുന്നില്ലേ? അതായത് പോലീസ് കേസെടുത്ത ഉടനെ പ്രതികൾ ഞാൻ കീഴടങ്ങുന്നു എന്നുള്ള പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ പോയി ചെന്ന് പിടിച്ചാൽ നടന്നു വരാൻ പറ്റില്ല, വീൽ ചെയറിലിരുന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ചെറിയ കുട്ടിയെ ഉപദ്രവിച്ച കേസിലെ പ്രതി വീൽ ചെയറിൽ തള്ളിക്കൊണ്ടു പോവുകയാണ്. കാരണം അവൻ ഇനി പുറത്തിറങ്ങി ഈ പണി ഇനി ചെയ്യരുത്. കേസ് നടത്തിയവൻ വിചാരണയിൽ ചിലപ്പോൾ കുറ്റവാളിയായി അല്ല എന്ന് കണ്ട് കോടതി വെറുതെ വിടുമായിരിക്കും. പക്ഷേ കാരണം വെറുതെ വിടുന്ന എല്ലാവരും നിരപരാധികളാണെന്നുള്ള അഭിപ്രായമില്ലല്ലോ. ചിലപ്പോൾ തെളിവുകളുടെ അഭാവം, സാക്ഷി കൂറുമാറുന്നത്, ഇര പേടിച്ച് കൂറുമാറുന്നത്, ഇതൊക്കെ കൊണ്ട് ഒരു കുറ്റവാളി നിയമത്തിൻ്റെ വലക്കണ്ണികൾ പൊട്ടിച്ച് പുറത്തു വരാം. പക്ഷേ അവനെ പിടികൂടുമ്പോഴേ ഇവൻ പുറത്തിറങ്ങിയാൽ ഇനി ഈ പണി ചെയ്യും മുമ്പ് 9 പ്രാവശ്യം അല്ലെങ്കിൽ 90 പ്രാവശ്യം ആലോചിക്കണം. അല്ലെങ്കിൽ ഇവൻ ഈ പുറത്തിറങ്ങിയാൽ ഈ പരിപാടി നടത്താനുള്ള ശേഷി ഉണ്ടാവരുതെന്ന് തീരുമാനിച്ചങ്ങ് വിട്ടാലോ സമൂഹത്തിൽ വലിയ സമാധാനം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ കടുത്ത നിലപാടെടുക്കുന്ന ഒരാളാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് തന്നെ യോഗിയോടുള്ള ശത്രുത, അതിഭീകരമായ ശത്രുതയുണ്ട്. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ സർ, അതായത് കുറച്ച് ദിവസം മുമ്പാണ് ബംഗ്ലാദേശിൽ PM നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് വന്ന ഒരാൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഇത് അതുപോലെയുള്ള ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ശക്തിയുടെ ഒരു ബംഗ്ലാദേശിൽ ധാക്കയിൽ അത് കഴിഞ്ഞ ഓഗസ്റ്റ് 31 നമ്മളാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത്. അമേരിക്കയിലെ ഒരു സൈനിക കമാൻഡോ ആയിരുന്നു. അയാൾ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു. അങ്ങനെ ഉണ്ടാവാം. ഏതായാലും ഈ ഇർഫാൻ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പൗരനെ പിടികൂടിയിരിക്കുന്നു എന്ന വിവരം മാത്രമേ ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി വിവരങ്ങൾ പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഡീറ്റെയിൽസ് അറിഞ്ഞില്ല എന്നും വരും. പക്ഷേ ഇയാളുടെ പക്കൽ യൂറോ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു സാധാരണ ഒരുത്തൻ നുഴഞ്ഞു കയറി വന്നതാണെങ്കിൽ ഇവൻ്റെ യൂറോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 45,000 രൂപ ഉണ്ടായിരുന്നു. ഇവൻ്റെ പക്കൽ ആയുധം ഉണ്ടായിരുന്നോ, എന്താണ് പദ്ധതി എന്നറിയില്ല. ഒരുപക്ഷെ ഇവനെ ട്രെയിനിൽ നിന്ന് ഇവൻ എങ്ങനെ വീണു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഈ അജ്ഞാതൻ്റെ ഓപ്പറേഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇവനെ ഒരുപക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി ട്രെയിനിൽ വെച്ച് പിടികൂടിയപ്പോൾ ഇവൻ ട്രെയിനിൽ നിന്ന് വീണതോ മറ്റോ ആവാം. അങ്ങനെ വന്നുകൂടെ? ഏതായാലും വല്ലാത്ത ദുരൂഹതയുണ്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് പോലെയോ അതിനേക്കാളേറെയോ ശത്രുത ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പലയിടത്തുമുള്ളവർക്ക് യോഗിയോടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യോഗിയെ കൊല്ലും എന്ന് പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മൗലാന പറഞ്ഞു യോഗിയെ ശരിയാക്കുമെന്ന്. ഇപ്പം മൗലാന ജയിലിൽ കിടപ്പുണ്ട്. യോഗിയുടെ പോലീസ് വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി അകത്തിട്ടു. NSA ആണ് ചാർജ് ചെയ്തത്. നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ചാർജ് ചെയ്ത് അകത്തെടുക്കാം. മൗലാന ഇനി എന്ന് പുറത്ത് വരും എന്നറിയത്തില്ല. മൗലാന പുറത്ത് വന്നാൽ ചിലപ്പം മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും യോഗിയെ ഉന്നം വെച്ച് വന്ന ഒരു വാടക കൊലയാളി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇയാളുടെ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. നമുക്ക് അപ്പോൾ അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.